ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡ്രസ്സ് ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഗിവ് അവേ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട് അതിൽ ഞാൻ അവിടെ ഇവിടേക്കായിട്ട് ഓരോ സീക്രട്ട് കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീക്രട്ട് കോഡുള്ള ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് എന്തുണ്ടാവും, ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ഡ്രസ്സിന്റെ ഡിസൈനാണ് ചെയ്യുന്നത്. ഗ്രീൻ കളറിലെ ഡ്രസ്സാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീനിലാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ കളർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡാർക്ക് ഗ്രീന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ 2 പേജ് 3 പേജുകളുണ്ട്. ഒന്ന് ഈ ഒരു പേജ്, അതേപോലെ വേറെ ഈ ഒരു പേജ്, അതേപോലെ ഇതൊരു ഇമേജും കേട്ടോ. ഇത് 3 കൂടെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പേജ് എടുക്കുക. ഈ ഒരു പേജിൽ ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഒന്ന് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഈ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മിക്സ് ചെയ്തിട്ട്, രണ്ടും ഡാർക്ക് തന്നെയാണ്, പക്ഷെ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ, ചെറിയൊരു കളർ വ്യത്യാസത്തിൽ. രണ്ടും ഡാർക്ക് തന്നെയാണ്, എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചെയ്യും. അങ്ങനത്തെ 2 കളറുകൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഈ ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കളർ ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കിയെടുക്കുകയാണ് കേട്ടോ. ഡീസെലക്ട് ചെയ്യുക. അടുത്തത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിന് ഈ ഒരു റൗണ്ട് സെലക്ഷൻ ടൂൾ എടുക്കുക. റൗണ്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഗോൾഡൻ ഇമേജ്, അത് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുത്തിട്ട് അതിന്റെ കോപ്പി എടുത്തു. എന്നിട്ട് ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കൺട്രോൾ V അടിച്ചാൽ ഇവിടെ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി എത്ര എണ്ണം വേണോ അത്രയും പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേസ്റ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് എത്ര ഇമേജ് ഇത് വേണോ അത്രയും പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ, നമുക്ക് ഡ്രസ്സിനകത്ത് എന്ത് ഡിസൈനാണോ വേണ്ടത് ആ ഒരു ഡിസൈനാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് ഡ്രസ്സ് ഡിസൈൻ വീഡിയോസും അതേപോലെ ഷോർട്ട് ഉണ്ട്, അതേപോലെ ലോങ് ഉണ്ട്, പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. ഇനി ഇടുന്ന ഓരോ വീഡിയോസിലും, അധികമായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഗിവ് അവേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് തുടങ്ങണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുക്കാം. റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഗോൾഡൻ ഇമേജ്, അതിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഈ ഒരു പോർഷനിൽ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുക്കുകയാണ് കേട്ടോ. കൺട്രോൾ C ആണ് കോപ്പി എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഒരു പേജിലേക്ക് വരിക. ഇവിടെ പേസ്റ്റിൻ്റെ ആണ് കൊടുക്കേണ്ടത്. പേസ്റ്റിൻ്റെ അല്ല, കൺട്രോൾ V. ഓക്കെ, കൺട്രോൾ V പേസ്റ്റ് ആണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഒന്ന് ഈ ഒരു 2 സൈഡും കറക്റ്റ് ഫിറ്റ് ചെയ്ത് കിട്ടുന്ന പോലത്തിൽ ആക്കി കൊടുക്കണം. കൺട്രോൾ T അടിച്ചതിന് ശേഷം ഞാൻ അതൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഹൈറ്റ് കൂടെ ഒന്ന് കുറച്ച് കൊടുക്കുക, അതൊക്കെ നമ്മളിഷ്ടം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2-3 കോപ്പി കൂടെ വേണം. അപ്പോൾ ഈ ഒരു ഇമേജ് ഏത് ലെയറിലാണോ ഉള്ളത് ആ ഒരു ലെയർ കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി C എടുക്കുക, അതേപോലെ കോപ്പി എടുക്കുക, അതേപോലെ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പുറത്ത് ഭയങ്കര സൗണ്ട് ഉണ്ട്, അതൊന്നും കാര്യമാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെയറിനെ മെർജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓരോ ലെയറിനെ മെർജ് ചെയ്തെടുക്കുകയാണ്.
ഹലോ ഗേസ്, അപ്പം പുറത്ത് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ സ്പീക്കർ ഓഫ് ആക്കിയത്. അപ്പോൾ ഇതെന്താണ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഭാഗം വരച്ചെടുത്തത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും താഴെ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം വരച്ചെടുക്കുകയാണ്. അത് ഞാൻ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ ഈ ഒരു ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോർഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ജോയിന്റിൽ ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഓരോ പോർഷനായിട്ട് വരച്ചു. ഇനി അതിലേക്ക് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെയിൻ സെലക്ഷൻ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ സെലക്ട് ആയിട്ട് വരും. ഇനി നമുക്ക് അടുത്ത പരിപാടി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ കോപ്പി കൊടുക്കുകയാണ്. കൺട്രോൾ C അടിച്ചാൽ അത് കോപ്പി വരും കേട്ടോ. അതിനുശേഷം ഈ ഒരു ചെയ്ത ഭാഗം അല്ലേ, ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. കൺട്രോൾ Shift V ആണ് പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതിലേക്ക് വരും. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ ഡിസൈൻ വേണ്ടത് ആ ഒരു പോർഷനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുക. നമുക്ക് ആ ഡിസൈൻ കാണുന്ന കോലത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോർഷന് വീണ്ടും എന്ത് ചെയ്യാണ്, ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. മേക്ക് സെലക്ഷൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതിലേക്കും ആ ഒരു നമ്മൾ ഇമേജ് ഉണ്ടല്ലോ കോപ്പി എടുത്ത് വെച്ച് അതിനെ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് വരക്കുമ്പോഴാവും അതിൻ്റെ ഒരു ലുക്ക് ഇമേജ് കിട്ടുക. നമ്മൾ ഒറ്റയടിക്ക് ഒരൊറ്റ ഷേപ്പിലാണ് വരച്ചാൽ ഇത്രയും ഒരു ലുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. സെലക്ഷൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം ഗ്രേഡിയന്റ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടാ, സോറി പേസ്റ്റ് ആണ് ചെയ്യേണ്ടത്. പേസ്റ്റ് ചെയ്തു. എന്നിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് ഒന്നുകൂടെ വീണ്ടും വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എത്രണ്ണം വേണോ അത്രയും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി ഇവിടുന്ന് ഇടുന്ന ഓരോ ലോങ് വീഡിയോസിനും നമ്മൾ ഓരോ സീക്രട്ട് കോഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ആ സീക്രട്ട് കോഡ് കണ്ടെത്തിയിട്ട് അത് ചിലപ്പോൾ ഒന്നൊന്നാവില്ല കേട്ടോ, രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഇല്ല, തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് എന്തുണ്ടാവും, ക്യാഷ് പ്രൈസ് ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ മൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ കറക്റ്റ് ഒരു ലുക്ക് തോന്നുന്നത് ആ ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഞാൻ ഇങ്ങനെ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പെൻ ടൂൾ ഉപയോഗിച്ച് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോപ്പി എടുത്ത് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ, ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. വീണ്ടും ഈ ഒരു മൂവ് ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും പെൻ ടൂൾ എടുക്കുക. മേക്ക് സെലക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ സെലക്ഷൻ വരും. ഇതിലേക്ക് വീണ്ടും പേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഓരോന്നും പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചിട്ട് ഈ ഒരു ഇമേജിനെ പേസ്റ്റ് ചെയ്യുക. ഒറ്റ പ്രാവശ്യം കോപ്പി എടുത്താൽ മതി, ബാക്കിയൊക്കെ പേസ്റ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ ഒരു പെൻ ടൂൾ തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ വരച്ചു. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ ചെയ്തു, ഓക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്കും ആ ഒരു ഇമേജ് പേസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ ഒരു മൂവ് ടൂൾ നീക്കി വെക്കാൻ മൂവ് ടൂൾ എടുക്കണേ. മൂവ് ടൂൾ എടുത്താലാണ്
ഇത് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഹാൻഡ് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ലെയറുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മെർജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ ലെയറുകളെയും മെർജ് ചെയ്തെടുക്കുകയാണ്. അതിന് കൺട്രോൾ ഇ ആണ് അടിച്ചു കൊടുക്കുക. അതിന്റെ മുകളിലുള്ള ലെയർ ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഇ അടിച്ചാൽ മതി. അപ്പോൾ എന്താവും, മെർജ് ആവും കേട്ടോ. ഇതിന്റെ കൈയൊന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഏതൊരു ഷേപ്പിലാണ് നമുക്ക് കൈ വേണ്ടത് ആ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മേക്ക് സെലക്ഷൻ കൊടുക്കുക. ഓക്കെ ആണ് കേട്ടോ. ഓക്കെ കൊടുത്തിട്ട് ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ ഒരു പേജിൽ നമുക്ക് ഹാൻഡിന് വേണ്ട ഏത് ഭാഗമാണോ ഹാൻഡിന് വേണ്ടത് ആ ഒരു പോർഷനും വരച്ചെടുക്കുകയാണ്. സെലക്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കോപ്പി കൊടുക്കുകയാണ്. ഹാൻഡിന് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഒരു ഭാഗം അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കോപ്പി കൊടുക്കും. കൺട്രോൾ സി ആണ് കോപ്പിക്ക്. എന്നിട്ട് ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടേക്ക് പേസ്റ്റ് ഇൻറ്റു ചെയ്തിട്ടാ. അപ്പോൾ ഈ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു നമ്മൾ കോപ്പി ചെയ്ത ഈ ഒരു ഭാഗമല്ലേ, അതിനെ വീണ്ടും ഒന്നുകൂടെ കോപ്പി എടുക്കുകയാണ് കേട്ടോ. കോപ്പി എടുത്തു. എന്നിട്ട് കോപ്പി എടുത്തിട്ട് ചെയ്തു. പേസ്റ്റ് ചെയ്തിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഈ ഒരു ഭാഗത്തേക്കും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂവ് ടൂൾ ഉപയോഗിച്ച് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നെക്കിന്റെ ഇവിടെ ഡിസൈൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ റെക്ടാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വരച്ചതിന് ശേഷം ഇതിന്റെ ഒരു കോപ്പി എടുക്കുകയാണ് കേട്ടോ. കോപ്പി എടുത്തു. എന്നിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന് മുകളിലായിട്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ മുകളിൽ ഈ നെക്കിന്റെ ഒരു പോർഷനിൽ വെച്ച് കൊടുക്കാം. കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ സീക്രട്ട് കോഡ് പറഞ്ഞിട്ടുണ്ട്. 8086 എന്നാണ് സീക്രട്ട് കോഡ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അവസാനം വരെ കണ്ടവർക്ക് എന്തേ കിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ എല്ലാത്തിനും അവസാനം ഒന്നും ആവില്ല. എന്താ പറയാ, ഈ ഒരു സീക്രട്ട് കോഡ് ആഡ് ചെയ്യില്ല കേട്ടോ. എല്ലാത്തിനും അവസാനം ആവില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. തിരഞ്ഞെടുക്കുന്ന 2 പേർക്കാണ് എന്തുള്ളത്, ക്യാഷ് പ്രൈസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ റിസൾട്ട് വരുന്നത് ഡിസംബർ 1 കേട്ടോ. ഓക്കെ, നവംബർ ലാസ്റ്റിന് തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. റിസൾട്ട് നിങ്ങൾ ഡിസംബർ 1 അറിയിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക.